ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ടൈലിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും കബോർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. കബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മേളിൽ സീലിങ്ങിൻ്റെ പണി ചെയ്യാൻ പറ്റില്ല. ഇനിയും സീലിങ്ങിൻ്റെ പണി ചെയ്യുമ്പം ഇലക്ട്രിക്കൽ എന്തെങ്കിലും വയർ വലിക്കാനോ അങ്ങനെയുള്ള പണികളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പൊടിയുടെ പ്രശ്നം കൊണ്ട് മറ്റുള്ള പണിക്കാർക്ക് ഒരുപക്ഷെ ആ സമയത്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. സിങ്കിൽ വരുന്ന ടാപ്പ് ഒരുപക്ഷെ സിങ്കിൻ്റെ ബോട്ടം സൈസിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വോളിൽ വരുന്നതായിരിക്കാം. അപ്പോൾ എവിടെ ഫിക്സ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യങ്ങളും കൂടി മുൻപേ നമ്മൾ മനസ്സിലാക്കി വേണം ആ പോയിന്റ് ഇടാനായിട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുന്നത് എപ്പോഴാണ്, ഏതൊക്കെ പണികൾക്ക് ശേഷമാണ് ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പലപ്പോഴും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വന്നിട്ട് എല്ലാ ഏജൻസി ആൾക്കാരും ടൈലിങ്, പെയിൻറ്റിങ്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇൻറ്റീരിയർ വർക്കിനെ ബാധിക്കാറുണ്ട്. അവസാനം ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞിട്ട് പല പണികളും കുത്തിപ്പൊട്ടിച്ച് പ്ലംബിങ്ങും ഒക്കെ അതേപോലെ ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ, പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് പിന്നീട് അതെല്ലാം ഡിസ്റ്റർബൻസ് ആയി എല്ലാം ഡാമേജ് ആകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റേജിലാണ് ഇൻറ്റീരിയർ വർക്ക് തുടങ്ങേണ്ടത്, അതേപോലെ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ പണികൾ നമ്മൾ തീർത്തിടണം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇൻറ്റീരിയർ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും ടൈലിംഗ് വർക്കുകൾ തീർക്കണം. അതിൽ ടൈലിങ്ങിൽ ചില ടൈലിംഗ് നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, ഉദാഹരണമായിട്ട് ഇപ്പം കിച്ചൺ കൗണ്ടർ വരുന്നിടത്ത്, ഇപ്പം മോഡുലാർ രീതിയിലൊക്കെ കിച്ചൺ കൗണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിടാറില്ല. കിച്ചൺ സ്ലാബിൻ്റെ പിന്നീടാണ് അതിൽ കൗണ്ടർ ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് സ്ലാബ് ഗ്രാനൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ ഗ്രാനൈറ്റ് ഇട്ടാൽ മാത്രമേ കിച്ചൻ്റെ വോൾ ടൈൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഡാഡോ ടൈൽ, അതായത് ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു പോർഷനിൽ വരുന്ന ടൈലിങ് ഈ കബോർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫ്ലോർ ടൈൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ കിച്ചണിലെ ഫ്ലോർ ടൈൽ ചെയ്യണം എങ്കിൽ ഗ്രാനൈറ്റും ഡാഡോ ടൈലും നമുക്ക് പിന്നീട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ. ഇലക്ട്രിക്കൽ നമുക്ക് വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിടണം. എന്നാൽ സ്വിച്ച് വെക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഉദാഹരണമായിട്ട് കിച്ചണിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ കൗണ്ടറിനുള്ളിൽ കുറേ ലൈറ്റ് പോയിന്റുകൾ വരും. LED സ്ട്രിപ്പ് ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോക്സിനുള്ളിൽ നിന്ന് കൺസീൽഡായിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് മുൻപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതെല്ലാം കട്ട് ചെയ്ത് വോൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ബോക്സിൽ ഹോളൊക്കെ അടിച്ച് അതിൽ കൂടെ ഒക്കെ പൈപ്പ് ലൈനൊക്കെ സ്ലീവ് ഇട്ടൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കബോർഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എവിടെയൊക്കെ, ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇപ്പം 2-3 ഇടത്തായിട്ട് ഈ കബോർഡിനുള്ളിൽ ലൈറ്റ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ ആ ലൈറ്റിൻ്റെ പോയിന്റ് ഇട്ട് വെക്കണം. ഒരു വയർ ഇട്ടിട്ട് പുറത്തേക്ക് ഇട്ട് നിർത്തണം. അപ്പോൾ കബോർഡ് ചെയ്യുന്നവർക്ക് അത് എളുപ്പമാണ്. അതിൽ കൂടെ ഒരു സ്ക്രൂ ഇട്ട് അതിനോട് പുറത്തെടുത്ത പോയിന്റുകൾ പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ അത് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് പ്ലംബിംഗ് ലൈനുകൾ. പ്ലംബിങ്ങിൽ കിച്ചണിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് സിങ്കിൻ്റെ പോയിന്റാണ്, അതിൻ്റെ വേസ്റ്റ് പൈപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും അഥവാ ഗീസറിൻ്റെ പോയിന്റോ അല്ലെങ്കിൽ അക്വാഗാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പോയിന്റ് നമ്മൾ മുൻകൂട്ടി കണ്ട് ആ പ്ലംബിംഗ് ലൈൻ ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ മേടിക്കുന്ന ടാപ്പ്, ഇതിൽ സിങ്കിൽ വരുന്ന ടാപ്പ് ഒരുപക്ഷെ സിങ്കിൻ്റെ ബോട്ടം സൈസിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വോളിൽ വരുന്നതായിരിക്കാം. അപ്പോൾ എവിടെ ഫിക്സ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യങ്ങളും കൂടി മുൻപേ നമ്മൾ മനസ്സിലാക്കി വേണം ആ പോയിന്റ് ഇടാനായിട്ട്. അല്ലെങ്കിൽ പിന്നീട് അത് ചിപ്പ് ചെയ്ത് ആ വോളിലേക്ക് മാറ്റണമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് രണ്ടാമത് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ വേസ്റ്റ് ലൈൻ്റെ ഇനിയും ബോട്ടിൽ ട്രാപ്പ് പോലെയുള്ള എന്തെങ്കിലും ഫിറ്റിങ്സ് വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സാധാരണ ഫ്ലെക്സിബിൾ ഹോസ് ഇട്ടാണോ ചെയ്യുന്നത്, ഇനിയും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ട്രാപ്പുകളൊക്കെ അതിൻ്റെ ബോട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ അതും കൂടി കണക്കാക്കി വേണം അതിൻ്റെ വേസ്റ്റ് പൈപ്പിൻ്റെ ലൈനും കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തീർത്തിടേണ്ടതായിട്ടുള്ള പണികളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ടൈലിങ് നമുക്ക് എല്ലാ റൂമിലും, ഇപ്പോൾ കിച്ചൻ്റെ കാര്യം മാത്രമല്ല ബെഡ്റൂംസിലാണെങ്കിലും എല്ലാം ടൈലിംഗ് വർക്കുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ തീർത്തിടണം. ഈ കൗണ്ടർ സ്ലാബിൻ്റെ ഒഴിച്ച്, ഇപ്പോൾ ടോയ്ലറ്റിനുള്ളിലെ ആണെങ്കിലും ഫ്ലോർ ടൈലാണെങ്കിലും എല്ലാം നമുക്ക് തീർത്തിടാം. പിന്നീട് നമുക്ക് പുട്ടി വർക്ക് ടൈലിന് മുമ്പാണ് ചെയ്യേണ്ടത്. ആ പുട്ടി വർക്ക് ചെയ്ത് അതിൻ്റെ പേപ്പർ പിടിച്ച് അതിൻ്റെ പ്രൈമർ അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ടൈലിംഗ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പണികളെല്ലാം തീർത്തിടാം. ഇനിയും ഇൻറ്റീരിയർ വർക്കിന് മുമ്പ് വേണമെങ്കിൽ ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിക്കാം. നമ്മുടെ ഫൈനൽ എമൽഷൻ അടിക്കുന്നത് വേണമെങ്കിൽ ഒരു കോട്ടും കൂടെ അടിക്കാം. ഫൈനൽ കോട്ട് ഇൻറ്റീരിയറിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അതേപോലെ സീലിംഗ് വർക്കുകൾ, ഇപ്പോൾ ജിപ്സം സീലിംഗ് പോലെയുള്ള വർക്കുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളെല്ലാം നമുക്ക് ഇൻറ്റീരിയറിന് മുമ്പ്, ഈ കബോർഡ് വർക്കിന് മുമ്പ് ചെയ്തിടാം. അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് മേളിൽ നമ്മൾ സ്കാഫോൾഡിംഗ് ഒക്കെ ഇട്ടത് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതിൽ വരുന്ന വേസ്റ്റ് എല്ലാം ഇതിലേക്ക് വരും. ഇനിയും പുട്ടിയിട്ട് പേപ്പർ പിടിക്കുമ്പോൾ അതിൻ്റെ പൊടിയെല്ലാം കബോർഡിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്റ്റർബൻസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പൊടി വരുന്നതായിട്ടുള്ള പണികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കബോർഡ് വർക്കിന് മുമ്പേ തന്നെ തീർത്തിടാവുന്നതാണ്. ഇനി നമുക്ക് കബോർഡ് വർക്ക് ചെയ്താലും ഇനി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് മറ്റ് രീതിയിലുള്ള ഡിസ്റ്റർബൻസ് വരാതെ ചെയ്യാൻ പറ്റുന്ന ചില പണികളുണ്ട്. ഉദാഹരണമായിട്ട് ടോയ്ലറ്റിൻ്റെ ഡോർ ഫിക്സിങ്, ടോയ്ലറ്റിനുള്ളിലെ CP സാനിറ്ററി ഐറ്റംസിൻ്റെ ഫിക്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കബോർഡ് വർക്കുമായിട്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്കുമായിട്ട് പ്രത്യേകിച്ച് നേരിട്ട് ബന്ധമൊന്നുമില്ല. വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സൈറ്റിനുള്ളിലെ ലേബർ മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമാണ്. പലരും പല രീതിയിൽ ഒന്നിച്ച് കുഴഞ്ഞു മറിഞ്ഞൊക്കെ ചെയ്യുമ്പം
ഒരുപക്ഷെ ഇലക്ട്രിക്കലിൻ്റെ പണിക്കാരുണ്ടാവും, ആ സമയത്ത് പ്ലംബിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും, ഇനി ടൈലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതോടൊപ്പം ഇൻറ്റീരിയറിൻ്റെ വർക്കുകൾ കാണും, ഇനി ജിപ്സം സീലിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ഇപ്പോൾ ബാത്റൂം ഡോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പല പല ഏജൻസികളായിരിക്കാം. അപ്പോൾ അതെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് പ്രശ്നമാകും. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു റൂമിനകത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം പണിയെ അത് ബാധിക്കും, അതിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കും. പല പണികളും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും, എങ്കിലും ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ പണികളും തീർത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ച് സമയം അധികം എടുക്കുമെങ്കിലും ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ടൈലിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും കബോർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. കബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മേളിൽ സീലിങ്ങിൻ്റെ പണി ചെയ്യാൻ പറ്റില്ല. ഇനിയും സീലിങ്ങിൻ്റെ പണി ചെയ്യുമ്പം ഇലക്ട്രിക്കൽ എന്തെങ്കിലും വയർ വലിക്കാനോ അങ്ങനെയുള്ള പണികളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പൊടിയുടെ പ്രശ്നം കൊണ്ട് മറ്റുള്ള പണിക്കാർക്ക് ഒരുപക്ഷെ ആ സമയത്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതൊരു ഓരോ സ്റ്റേജ് വൈസായിട്ട്, പ്രത്യേകിച്ച് ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെ പണികളാണ് തീർക്കേണ്ടതെന്ന് മനസ്സിലാക്കി മാത്രമേ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യിപ്പിക്കാവൂ. പിന്നീട് ഇൻറ്റീരിയർ വരുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇപ്പം WPC ഉപയോഗിക്കാറുണ്ട്, മൾട്ടിവുഡ് ഉപയോഗിക്കാറുണ്ട്, മെറൈൻ പ്ലൈവുഡ് ഉപയോഗിക്കാറുണ്ട്, ഇനി ഫെറോ സിമെൻറ്റ് കൊണ്ടുള്ള സ്ലാബുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഫെറോ സിമെൻറ്റ് കൊണ്ട് ചെയ്യുന്ന രീതിയെപ്പറ്റി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടൈലിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫ്ലോർ ടൈൽ ഇടുന്നതിന് മുമ്പേ അതിൻ്റെ സ്ലാബിൻ്റെ പണികൾ സിമെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതായതുകൊണ്ട് അതിന് മുമ്പേ തന്നെ ഈ പണികളൊക്കെ തീർക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൈലിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതെങ്കിലും സ്ലാബിൻ്റെ പണികളെല്ലാം മുൻപേ തീർക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൾട്ടിവുഡോ പ്ലൈവുഡോ മെറൈൻ പ്ലൈയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടൈലിംഗ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോ മെറ്റീരിയൽസിനനുസരിച്ച് നമുക്ക് ആ രീതിയിലുള്ള പണികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ കിച്ചണകത്ത് വരുന്ന സിങ്ക്, ടാപ്പ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപേ തന്നെ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ സൈറ്റിൽ വെക്കുന്നതോ നല്ലതാണ്. നമുക്കെപ്പോഴും കബോർഡ് വർക്ക് ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റുകളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതനുസരിച്ച് അതിന് സൂട്ടായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പോയിന്റുകളൊക്കെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് ഇത് സെറ്റ് ചെയ്യാൻ വരുമ്പം ഇതൊന്നും കറക്റ്റായിട്ട് സൂട്ടാവത്തില്ല. രണ്ടാമത് അതൊക്കെ ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റും ടൈമും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെ ക്ലോസറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ടോയ്ലറ്റിനുള്ളിലെ വാട്ടർ ലൈനും വേസ്റ്റ് ലൈനും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വോൾ മിക്സർ ഏതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡൈവേറ്റർ ഏതാണ്, ഇനി ക്ലോസറ്റ് ഏതാണ്, ഇനി കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഉള്ള ക്ലോസറ്റ് ആണോ, ഇനി അല്ലാതെ വോൾ മൗണ്ടഡ് ആണോ, സാധാരണ നോർമൽ സിംഗിൾ പീസ് ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് ആണോ, ഏതാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് വേസ്റ്റ് ലൈനും വാട്ടർ ലൈനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുൻപേ തന്നെ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അവസാന സമയത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട് ക്ലോസറ്റ് ഫിക്സ് ചെയ്യാൻ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. ഭിത്തിയുമായിട്ടുള്ള അകലം ഒരു പക്ഷേ 220 സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ട്, 300 സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ട്, 250 സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള അകലം ഗ്യാപ്പ് പ്രശ്നമായിട്ട് നമ്മൾ ടൈലും കൂടെ ഒട്ടിച്ച് കഴിയുമ്പം ആ പൈപ്പും ഭിത്തിയും തമ്മിലുള്ള അകലം കുറഞ്ഞു പോയിട്ട് ഇത് വെക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നീട് ടൈല് പൊട്ടിച്ച് ആ വേസ്റ്റ് പൈപ്പൊക്കെ മാറ്റേണ്ടതായിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മുൻപേ കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കബോർഡ് വർക്കുകൾ, ബെഡ്റൂംസിലെ കിച്ചണിലെ എല്ലാം കബോർഡ് വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ ഡോർസും ഫിറ്റിങ്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ കോട്ട് പെയിൻറ്റിങ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഈ കബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം സ്ക്രൂ ചെയ്യലും അല്ലെങ്കിൽ ആരെങ്കിലും കൈയൊക്കെ പിടിച്ച് അഴുക്കാകാനും ഒക്കെ ഭിത്തിയൊക്കെ പിന്നീട് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കബോർഡ് വർക്ക് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കബോർഡ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്തിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിലേക്ക് പെയിൻ്റ് ഒന്നും വീഴാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി പിന്നീട് നമുക്ക് ഫൈനലായിട്ട് അതിനകത്ത് വരുന്ന ലൈറ്റ് ഫിറ്റിങ്സുകൾ ലാസ്റ്റ് ചെയ്താലും മതി. ഇപ്പോൾ സീലിങ്ങിൽ വരുന്ന ലൈറ്റ് ഫിറ്റിങ്സ് അല്ലെങ്കിൽ ഹാങ്ങിങ് ലൈറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ LED സ്ട്രിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഈ പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലെ വീഡിയോസാണ്. നമുക്കതിൻ്റെ ഏകദേശം ഒരു ഞാൻ പറഞ്ഞതുപോലെ ടൈലിങ് കഴിഞ്ഞു, പെയിൻറ്റിങ്ങിൻ്റെ പുട്ടി പ്രൈമർ വർക്ക് കഴിഞ്ഞു, ഈ പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ എല്ലാം കൺസീൽഡ് വർക്ക്, വയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ കബോർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കബോർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളത് ഫൈനൽ കോട്ട് പെയിൻറ്റിങ്ങും പിന്നെ ലൈറ്റ് ഫിറ്റിങ്സും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നതാണ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം 1-2 ആഴ്ചക്കകം അതിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ചെറിയൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീട് വെക്കുമ്പം ഓരോ സമയത്തും സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഫൗണ്ടേഷൻ എപ്പോൾ ചെയ്യണം, ബ്രിക്ക് വർക്ക് ഏത് സമയത്താണ്, അതിലേക്ക് വരുന്ന റൂഫിങ്, പെയിൻറ്റിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫൈനൽ ഫിനിഷ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഇൻറ്റീരിയർ വർക്ക്
തുടങ്ങാൻ പോകുന്നവർക്കല്ല, ഒരുപക്ഷെ വീട് പണി തുടങ്ങുന്നവർക്ക് തന്നെ ഇത് മുൻപേ മനസ്സിലാക്കി ഈ വീട് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.